സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ യാതൊരുവിധ പ്രത്യേക മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരം മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സമുദ്ര മേഖലകളിലും സമാനമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ തീരം, തെക്കൻ മധ്യ ബംഗാൾ ഉൾക്കടൽ, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ കടൽ, തെക്കൻ തമിഴ്നാട് തീരം, വടക്കൻ തമിഴ്നാട് തീരത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന് കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. കൂടാതെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ള പ്രദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്ത്, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ, വടക്കൻ കൊങ്കൺ, വടക്ക് കിഴക്കൻ മധ്യ കിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ, തെക്കൻ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. കേരളത്തിൽ മഴ കുറഞ്ഞതിന്റെ കാരണം പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. മൺസൂൺ മഴയുടെ സ്വഭാവത്തിൽ സമീപകാലത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ കൃത്യമായി ലഭിച്ചിരുന്ന മഴ ഇപ്പോൾ അപ്രതീക്ഷിതമായി വരികയോ തീരെ ഇല്ലാതായിരിക്കുകയോ ചെയ്യുന്ന സ്ഥിതിയാണിപ്പോൾ. ഇത് കാർഷിക മേഖലയ്ക്കും ജലലഭ്യതയ്ക്കും വളരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് വലിയ അപകടത്തിന് തന്നെ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും ജാഗ്രത പാലിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും മഴയുമായി ബന്ധപ്പെട്ട അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ ഇത്തരം ആളുകൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. കേരളത്തിൽ കാർഷിക മേഖല പ്രധാനമായും മഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മഴ കുറഞ്ഞാൽ കാർഷിക ഉൽപാദനം കുറയുകയും അത് സാമ്പത്തിക മേഖലയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ മഴയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും അത്യാവശ്യമാണ്. ജലസംഭരണികളും മഴവെള്ള സംഭരണ സംവിധാനങ്ങളും നിർമ്മിക്കേണ്ടതും ഇതിൽ പ്രധാനമാണ്. ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നതാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങളും സർക്കാരും തയ്യാറെടുക്കേണ്ടതും അത്യാവശ്യമാണ്.